ശ്രമിച്ചിട്ടില്ല. ജനാധിപത്യ മര്യാദ പാലിച്ചു. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തൊക്കെ അട്ടഹാസങ്ങളാണ്. ചില ആളുകളുടെ വിചാരം പ്രസംഗം എന്ന് പറഞ്ഞാൽ വെല്ലുവിളി മാത്രമാണ്. എപ്പോഴും വെല്ലുവിളിക്കുക, അനങ്ങിയാ വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളിന്റെ വില തന്നെ പോയി. ഇത്തരം ആളുകൾ പ്രസംഗിക്കുമ്പോ ഫുള്ള് വെല്ലുവിളിയാണ്. ഇവിടെ ആരിസ് സൂചിപ്പിച്ച പോലെ എന്താ ഉണ്ടായത്? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിജയത്തിൽ ഒരു വലിയ വിജയാഹ്ലാദ പ്രകടനം നടന്നു. വിജയാഹ്ലാദ പ്രകടനം റോട്ടിലൂടെയാണ് നടന്നത്. സമീപത്ത് പാർട്ടി ഓഫീസുകൾ ഉണ്ടാകും. അവിടെ ഒന്നും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാകാട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ നേതൃത്വം. അവിടെ ആ ഓഫീസിന്റെ പരിസരത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ, ആ വീഡിയോ കണ്ടാൽ അറിയാം, എല്ലാവരും നിൽക്കുന്നുണ്ട്. ആവേശത്തിൽ വല്ല കുട്ടികളും അങ്ങോട്ട് തുള്ളിയാല് അങ്ങോട്ട് പോകരുത്. റോട്ടിലൂടെയാണ് പ്രകടനം. പിന്നെ റോട്ടിലെ പ്രകടനം കണ്ടിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. തോറ്റതിനാണ്, ഞങ്ങൾ ജയിച്ചതിനാണ് പ്രകടനം നടത്തുന്നത്. നിങ്ങൾ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല അല്ലെ? അവിടെ ഞങ്ങൾ ചെയ്യേണ്ടത്. CPM ഓഫീസിൽ പടക്കം പൊട്ടിക്കാൻ ഇപ്പൊ CPM ഉണ്ട്. എന്ത് മര്യാദക്കുള്ള പടക്കല്ല, ഗുണ്ട് പൊട്ടിക്കും അല്ലെ? CPM ഓഫീസിൽ ഗുണ്ട് പൊട്ടിച്ചത് ആരാ? ഞങ്ങളല്ല. അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആള് ഒരാവേശത്തിന്, ആ സന്ദർഭം ഒന്നും ഞാൻ പറയണില്ല. നിങ്ങൾ പിന്നെ അത് ബോംബ് എന്നൊക്കെ ചാനലൊക്കെ എഴുതി കാണിച്ചു. മണ്ണാർക്കാട് CPM ഓഫീസിൽ ബോംബ് പൊട്ടിയ സംഗതി സാധുബം കൊണ്ടുപോയിട്ട് ഒരു പടക്കം പൊട്ടിച്ചതാണ്. അത് എന്തിനാണെന്നുള്ളതും അത് എന്തായിരുന്നു അതിന്റെ ഇതിവൃത്തമൊന്നും ഞാൻ പറയേണ്ടതില്ല അല്ലെ? അപ്പൊ അത്തരം അക്രമങ്ങളെ എവിടെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ചെയ്തതും ശരിയാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പൊട്ടിച്ചാളും CPM ആണ്, പൊട്ടിയ ഓഫീസും CPM ആണ് അല്ലെ? അത് നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അതിന്റെ വിഷയം ഞാൻ പറയുന്നില്ല. ഒരു പ്രകടനവും എന്തേന് ബിലാലോ ഒക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രകടനവും, അതിന് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ വലിയ കൊലവിളിയൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാര്യം. ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല. മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചവർ ആഹ്ലാദ പ്രകടനം നടത്തി. എവിടെയും അതിന് വഴി തെറ്റിയിട്ടില്ല. തെറ്റാണെങ്കിൽ സമ്മതിക്കില്ല. അതും പറഞ്ഞുതരാം. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലക്ക് പറയുന്നു, ഈ നാട്ടിൽ ഇത്തരം അക്രമങ്ങളൊന്നും എവിടെ ഏത് കോണിൽ നിന്ന് വന്നാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പൊ തെങ്കരയിൽ ചില പ്രശ്നങ്ങളുണ്ട്. എന്താ കാരണം? ഇതാ റഫീഖ് അവിടെ ഇരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനവും കലാശക്കൊട്ടിന്റെ ദിവസം ഒരു പരിപാടി നടക്കുമ്പോ അതിന്റെ ഉള്ളിലേക്കാണ് കയറി വരികയാണ്. ഇത് അംഗീകരിക്കാൻ പറ്റും. അപ്പൊ അതിലുണ്ടായ കശപിശ, അതിനെ തുടർന്ന് അതിൽ അടി കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായി ഒരു കൂട്ടരുടെ സമ്മേളനത്തിൽക്കാണ് കയറി വരിക. എന്നിട്ട് അവിടെ അക്രമം കാണിക്കുക. അത് അംഗീകരിക്കാൻ കഴിയുന്നു. എന്നിട്ട് അവിടെ വന്ന് അതിന് പിന്നെ ചെറിയ കുട്ടികൾ, നമ്മളൊക്കെ എല്ലാവരുടെ വീട്ടിലും കുട്ടികളും സ്ത്രീകളൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പറ്റും. ആ കുട്ടികളെ റോട്ടിൽ തടഞ്ഞ് ആക്രമിക്കുക, അവരുടെ വാഹനം ആക്രമിക്കുക. എന്നിട്ട് അതിൽ പോലീസ് കേസെടുക്കും. കേരളത്തിൽ ആഭ്യന്തരമന്ത്രി പിണറായി അല്ലേ? പോലീസ് കേസെടുക്കും. ഞങ്ങളാരും വിളിച്ചു പറഞ്ഞത് കൊണ്ട് പോലീസ് അങ്ങനെ പ്രത്യേകിച്ച് കേസൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ ന്യായത്തിന്റെ പക്ഷത്ത് വിളിക്കും. അതിലാർക്കും സംശയം വേണ്ട. ന്യായം നടപ്പാക്കണം. പോലീസിനോട് ഞങ്ങൾക്ക് എപ്പോഴും അതേ പറയാറുണ്ട്. തെറ്റ് ഒരു സംഭവം ഉണ്ടായാൽ അതിന് ന്യായം, അതിന്റെ നീതിയുക്തമായ രീതിയിലുള്ള കേസ് എടുക്കണം. അത് ആ സംഭവത്തിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കണം. പോലീസ് അത് ചെയ്തിട്ടുണ്ട്. അതിന് പോലീസിനെയും ഭീഷണി. പിണറായിന്റെ പോലീസിനെ സ്വന്തം പാർട്ടിക്കാരെ റോഡിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് അല്ലേ? അപ്പൊ അതൊന്നും ഒരു ശരിയായ രീതിയല്ല. മുമ്പൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എടോ ഇനിയും നന്നാവാനായില്ലേ എന്നൊരു ചോദ്യം പഴയ ഒരു പ്രസിദ്ധമായ ഡയലോഗാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? എന്നിട്ട് എന്താ പറയണത്? പാതി പഠിച്ച അഭ്യാസവുമായി വന്നാൽ മുഴുവൻ പഠിച്ച അഭ്യാസമായിട്ട് ഞങ്ങൾ ഇറങ്ങുന്നു. നിങ്ങൾ ഇറങ്ങിയാലും ഞങ്ങളെ മൂക്കിൽ വലിക്കും. ഇത് എന്താ ഈ പറയുന്നത്? എന്നിട്ട് ഞങ്ങൾ അതിന് തീരുമാനിച്ചിട്ടില്ല. അത് കൊള്ളാം ഇല്ലേ? ഞങ്ങൾ അതിന് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങൾ ആരും ഉണ്ടാവില്ല. ജനാധിപത്യം എങ്ങനെയാണ്? ഇവിടുത്തെ ലീഗിനെയും ഇവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും പറയുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ ജനപിന്തുണയുള്ളവരാണ്. ഞങ്ങൾ നിങ്ങളെക്കാൾ വലിയ തോതിൽ ജനപിന്തുണ ആർജിച്ചവരാണ്. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അങ്ങ് മൂക്കിൽ വലിച്ചാൽ തീരോ? അങ്ങനെ വലിക്കാൻ കഴിയോ?
എത്ര പരിഹാസ്യമായ വെല്ലുവിളിയാണിത്. ഇത് കേട്ടോര് ചിരിക്കും അല്ലേ? ഇങ്ങനെ കുറെ കഥാപാത്രങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ ആശയ സംവാദങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതിന് ഇത്തരത്തിലുള്ള രീതികളൊന്നും ആരും അവലംബിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അനിയ, ഇതൊക്കെ നിർത്തണം. നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയണം, സ്നേഹബുദ്ധിയാ പറയാം അല്ലേ? പ്രസംഗം എന്ന് പറഞ്ഞാൽ വെറും വെല്ലുവിളിയല്ല, രാഷ്ട്രീയം പറയണം, സാമൂഹ്യ കാര്യങ്ങൾ വിശദീകരിക്കണം. വെല്ലുവിളിയാണ് പ്രസംഗം. ഒരു പ്രസംഗത്തിൽ ഒരു 10 വെല്ലുവിളി ഉണ്ടായാലേ പ്രസംഗമാവുമെന്ന് കരുതരുത്. അതിനൊക്കെ സമൂഹം അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊരു അക്രമത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, പ്രോത്സാഹിപ്പിക്കുന്ന പ്രശ്നവുമില്ല. അക്രമം ഞങ്ങൾക്കെതിരെ കാണിച്ചാൽ അതിനെതിരെ നിയമപരമായി രാഷ്ട്രീയപരമായി അത് പ്രതിരോധിക്കാനുള്ള കെൽപ്പ് ഇവിടെ കോൺഗ്രസിനും ലീഗിനും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ജനപിന്തുണയിൽ നിൽക്കുന്ന പാർട്ടികളാണ്. പറഞ്ഞില്ലേ, ബ്ലോക്ക് പഞ്ചായത്തിൽ 18-ൽ 17ആണ്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിലൊക്കെ ഞങ്ങളാണ്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങളാണ്. ഇവിടുന്ന് നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഞങ്ങളാണ്. അങ്ങനെ നിങ്ങളൊന്ന് ഓതിയാൽ അപ്പൂപ്പൻ താടി പോലെ പാറിപ്പോവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഞങ്ങൾ സക്രിയമായ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് എന്നും അനുകൂലമാണ്. രാഷ്ട്രീയം പറയണം, നാട്ടിൽ രാഷ്ട്രീയം പറയണം, രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കണം. നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കി, ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ജനം വോട്ട് ചെയ്തപ്പോ ഞങ്ങളാണ് ഏറെ മുന്നിലെത്തിയത്. അപ്പൊ അതിന് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും ഭീഷണികളും ഒന്നും രാഷ്ട്രീയത്തിൽ ആർക്കും നല്ലതല്ല. അതേ ഞാൻ പറയുന്നു. നമ്മളതൊരു പുതിയ ഇതിലേക്ക് കൊണ്ടുപോകാനല്ല. ഒരു വിജയാഹ്ലാദ പ്രകടനം, അതിന്റെ പേരിൽ ആ വിജയാഹ്ലാദ പ്രകടനം നടത്തിയതിന് ഇങ്ങനെ ഭീഷണിയിൽ സംസാരിക്കാമോ? ഞാൻ പറഞ്ഞാൽ അവിടെ വേറെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. അവിടെ അനിഷ്ട സംഭവമൊക്കെ നിങ്ങളെ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ ഓഫീസിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാക്കിയത്. അതൊന്നും മണ്ണാർക്കാട് അത്തരത്തിലുള്ള അക്രമങ്ങളും രാഷ്ട്രീയ സംഘടനകളൊന്നും ഇല്ലാത്തൊരു മണ്ണാണ്. അത് നമ്മളെല്ലാവരും കൂടി നിലനിർത്തണം. തെരഞ്ഞെടുപ്പുകൾ വരും, അവിടെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നതിനോടുള്ള അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ പറയും, ഞങ്ങൾ പറയുന്നതിനോട് നിങ്ങൾ പറയണം. ജനമാണ് വിലയിരുത്തുന്നത്, ജനങ്ങളെ ചെറുതായി കാണരുത്. യഥാർത്ഥ യജമാനന്മാർ ഈ നാട്ടിലെ ജനങ്ങളാണ്. അപ്പൊ അവരുടെ മുമ്പിലുണ്ട് ഞങ്ങൾ ആരാണെന്നും നിങ്ങളൊക്കെ ആരാണെന്നും ഓരോരുത്തരുടെ ചെയ്തികൾ എന്താണെന്നും അവരുടെ ഭാവിയും ഭൂതവും ഒക്കെ ജനങ്ങളുടെ മുമ്പിലുണ്ട് എന്ന്. അത് വ്യക്തികളുടെ അല്ല, പ്രസ്ഥാനങ്ങളുടെ. അവരൊക്കെ എങ്ങനെ കടന്നു വന്നവരാണ്. മണ്ണാർക്കാട്ട് ആകെ ലീഗിനെ ഞാൻ അങ്ങ് വലിച്ചു തേക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താ വർത്താനത്തിന്റെ ഒരു അർത്ഥം? മണ്ണാർക്കാട് പിന്നെ ലീഗ് ഉണ്ടാവില്ല. എന്ത് ഈ ജാതി വിജയാഹ്ലാദ പ്രകടനമൊക്കെ നടത്തിയാൽ ഉണ്ടാവില്ലെന്ന്. അതിവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളെക്കാൾ വലിയ കൊലക്കൊമ്പന്മാര് വിചാരിച്ചിട്ട് നടക്കാത്ത സംഗതിയാണ്. പിന്നെയല്ലേ ഇപ്പോ ഉള്ള ഈ പുതിയ ആൾക്കാര്. അപ്പൊ അതൊന്നും സമൂഹം തന്നെ ഒരു പരിഹാസ്യമായിട്ടും തമാശയായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള രീതികളിലേക്കൊന്നും നമ്മൾ പോണ്ട. രാഷ്ട്രീയമായി മാന്യമായ സംവാദങ്ങൾ ഉണ്ടാവണം, നിലപാടുകൾ ഉണ്ടാകണം. ഞങ്ങളിതാ പറയുന്നു, ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരള ജനത, അത് മണ്ണാർക്കാട്ടായാലും അത് പാലക്കാട് ജില്ലയിലായാലും കേരളത്തിലായാലും അംഗീകരിച്ചതിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കൈത്താങ്ങായി ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു ഗ്രാമധനശ്രീ ഗോൾഡ് ലോൺ. 7.5% മുതൽ തുടങ്ങുന്ന പലിശ നിരക്കിലുള്ള ഗോൾഡ് ലോണുകൾ 1000 രൂപയ്ക്ക് ദിവസം വെറും 58 പൈസ മാത്രം. 12.5% പലിശയോടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, 6% പലിശയോടെ ഗോൾഡ് ഫിക്സഡ് ഡെപ്പോസിറ്റ് തുടങ്ങി നിരവധി സമ്പാദ്യ പദ്ധതികൾ കൂടാതെ സാമ്പത്തിക പ്രതിസന്ധികളിൽ താങ്ങായി മഹിളകൾക്കായി ഗ്രാമധനശ്രീ ഗ്രൂപ്പ് ലോണുകളും നൽകുന്നു. മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ സംഖ്യയ്ക്ക് മാറ്റിവെക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. മാത്രമല്ല ഡോർ ടു ഡോർ ഗോൾഡ് ലോൺ, ഓൺലൈൻ ഗോൾഡ് ലോൺ, NEFT, RTGS, വെഹിക്കിൾ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് സർവീസുകളും ലഭ്യമാണ്. വിശ്വസ്തവും സുതാര്യവുമായ ഇടപാടുകളുമായി എന്നും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം. നമ്മുടെ ഗ്രാമത്തിന്റെ ഐശ്വര്യം ഗ്രാമ ധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ. ഹെഡ് ഓഫീസ് കരിമ്പ, ബ്രാഞ്ച് കരിമ്പ, തച്ചമ്പാറ, പുലാപ്പറ്റ, കാഞ്ഞിരം. ഫോൺ നമ്പർ 9526167009.